കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായ രണ്ട് പ്രസ്താവനകൾ കാണാനിടയായി. ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക് റിപ്പബ്ലിക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് കാന്തപുരം ഉസ്താദിൻ്റേതായി വന്നൊരു വാർത്ത. നമ്മുടെ ശശികലയുടെ മറ്റൊരു വാർത്ത കാണാനിടയായി. അതായത് നോളജ് സിറ്റിക്ക് വേണ്ടി പുഴയും നീർച്ചാലുകളും മറ്റു പലതുമൊക്കെ നികത്തി കുന്നു വെട്ടി നിരത്തി ഒരുപാട് നിയമലംഘനങ്ങൾ നടന്നു, അതിനെല്ലാം സർക്കാർ അംഗീകാരം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ്. കൂടാതെ അവർ തന്നെ ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഇതിൻ്റെ റിപ്പബ്ലിക്കാണ് എന്ന് പറഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ടും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടപ്പോൾ സാധാരണ ഈ ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ എല്ലാവരും ഖുർആനും ഹദീസും ഒക്കെ ഉദ്ധരിച്ചാണ് മറുപടി പറയുന്നത്. ഈ ഖുർആനും ഹദീസും ഒക്കെ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഒരു വഴിക്കായിട്ടുണ്ട്. ഒരെണ്ണം പറയുമ്പോൾ അതിന് പകരമുള്ള മറ്റൊരെണ്ണം വേറൊരാൾ കൊണ്ടുവരും. അങ്ങനെയാണല്ലോ അതിൻ്റെ പതിവ്. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഏറെ ബഹുമാന്യനായ എഴുത്തച്ഛൻ്റെ ലക്ഷ്മണോപദേശത്തിലെ ഒരു വരി ഇത് കണ്ടപ്പം ഞാൻ ഓർത്തുപോയി. ആ വരി വേറൊന്നുമല്ല, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇതാണ് വരി. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം എന്ന് പറഞ്ഞാൽ പാമ്പ്, ആ പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള അത് ഇര പിടിക്കാനായി ഇരയെ അന്വേഷിക്കുന്നത് പോലെ ഈ കാലത്തിൻ്റെ വായിലിരിക്കുന്ന ഈ ലോകം അത് ഭോഗങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചക്ഷുശ്രവണൻ എന്ന് പറയാൻ കാരണം കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ. അതിന് പാമ്പിനെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, പാമ്പിന് കാതില്ല, അത് സഞ്ചരിക്കുന്നതും തിരിച്ചറിയുന്നതുമൊക്കെ അതിൻ്റെ ത്വക്കിലൂടെയാണെന്ന് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ആ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഏത് ഈ പറയുന്ന ചക്ഷുശ്രവണൻ, കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ എന്ന പ്രയോഗം നമ്മുടെ ഉസ്താദന്മാർക്കും ഒരു പരിധി വരെ അനുയോജ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവർ കണ്ണുകൊണ്ട് കാണേണ്ടവരും കാതുകൊണ്ട് കേൾക്കേണ്ടവരുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ഇതുപോലെ തന്നെ കണ്ണുകൊണ്ട് കേൾക്കുന്നത് കൊണ്ട് അവരൊന്നും കേൾക്കുന്നില്ല എന്ന് ഭാവിക്കുകയാണ്. കാതുകൊണ്ട് കാണുന്നത് കൊണ്ട് ഈ കാതിനെ സൃഷ്ടിച്ചിരിക്കുന്ന പടച്ചവൻ്റെ സൃഷ്ടിപ്പ് കാണാൻ വേണ്ടി അല്ലാത്തതുകൊണ്ട് അവർക്കിത് കാണാത്തത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് സാധാരണ വിശ്വാസികളായ മനുഷ്യർ സന്ദേഹിച്ചാൽ ഒരു കുറ്റവും പറയാനൊക്കില്ല. അതുകൊണ്ട് ആ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർക്ക്, വിവിധ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് ഏറ്റവും യോഗ്യമാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഞാനിത് പറഞ്ഞത് കാന്തപുരം ഉസ്താദിനെയും AP വിഭാഗം സുന്നി സംഘടനകളെയും ഒന്നും ഈ സംഘപരിവാറിൻ്റെ ലിസ്റ്റിൽ അവർക്കൊന്നും ദേശീയവാദ മതേതരത്വ പട്ടം ഒന്നും നൽകിയിട്ടില്ല. ഇനി നിങ്ങൾ ചങ്ക് തുറന്നെടുത്ത് കാണിച്ചാലും ഒരു രക്ഷയില്ല. നിങ്ങളിനി ഏതെങ്കിലും നേതാക്കളെ വിളിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്താലും ഒരു രക്ഷയുമില്ല. നിങ്ങളെ എന്ന് അവർ ഉന്നം വെക്കാൻ തീരുമാനിക്കുന്നോ ആ ദിവസം അവർ ഉന്നം വെച്ചിരിക്കും. അങ്ങനെ ഉന്നം വെക്കും, അല്ലെങ്കിൽ ഉന്നം വെച്ചിരിക്കുന്ന പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടതുപോലെ ഇരിക്കുന്ന നിങ്ങൾ ഈ സന്ദർഭത്തിലും വേറൊരു ഇരയെ തേടി അതിൻ്റെ പ്രസ്താവനകൾ ഇറക്കി ഇതൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നുകയാണ്. ഇത് മുസ്ലിം സംഘടനകൾക്കെല്ലാം ബാധകമാണ്, ഓരോരുത്തർക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മുജാഹിദ് സംഘടനകൾ, ഈ ബാക്കിയുള്ള സംഘടനകൾ, അത്തരം സംഘടനകളിലൊക്കെ ഈ എല്ലാവരും ഈ പറയുന്ന സംഘടനകളെല്ലാം സംഘപരിവാറാകുന്ന പാമ്പിൻ്റെ വായിലിരിക്കുകയാണ്. ആ ഇരിക്കുമ്പോഴും അവരതിൻ്റെ അപ്പുറത്തെ സംഘടനയെ, അവരെ കൂട്ടത്തിലുള്ള സംഘടനയെ തിന്നാനൊരുങ്ങുകയാണ്, കടിക്കാനൊരുങ്ങുകയാണ്. അത് യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഈ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രസക്തമാണ് ഈ കാര്യം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ലക്ഷ്മണോപദേശം എന്നതിനേക്കാൾ എനിക്ക് തോന്നിയത് മുസ്ലിം ഉപദേശം എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം നേതാക്കളുപദേശം എന്നോ എന്തെങ്കിലും മാറ്റി പേരിടേണ്ടത് ആവശ്യമാണ്. ലക്ഷ്മണനോട് രാമൻ പറയുന്നത് മാത്രമല്ല, കാലം എവരോട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതിലുണ്ട്. ആകെ രാമനെയും ലക്ഷ്മണനും എന്ന് പറയുന്നതൊന്ന് മാറ്റി ചിന്തിച്ചിട്ട് ഈ പറഞ്ഞ എഴുത്തച്ഛൻ്റെ ഈ ലക്ഷ്മണോപദേശം ഒന്ന് കൃത്യമായി വായിച്ചാൽ ഖുർആനും ഹദീസിനും പലതിനും മറുമരുന്നും
മറുപണിയും ഒക്കെ പലർക്കും പറയാമെങ്കിലും ഇതിൽ ചിലപ്പോൾ ഒരു കൃത്യമായ ഉത്തരം കിട്ടിയെന്ന് വന്നേക്കും. അതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ.